സുഹൃത്തുക്കളെ, ദുൽഖർ സൽമാന്റെ 2 വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നു. ഇതിൽ കള്ളക്കടത്ത് മാത്രമല്ല, ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് വാഹനം എത്തിക്കുന്ന അതേ പാതയിൽ കൂടി തന്നെയാണ് മയക്കുമരുന്നുകൾ നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്നത് എന്ന വിവരം കൂടി നമ്മുടെ മുമ്പിലേക്ക് കിട്ടുന്നുണ്ട്. ചില്ലറ സംഗതി ഒന്നല്ല. അപ്പൊ വാഹനങ്ങൾ മാത്രമല്ല, മയക്കുമരുന്നിന്റെ കൂടി പാതയിലൂടെയാണ് നമ്മുടെ ദുൽഖർ സൽമാന്റെ കയ്യിലേക്ക് ഈ ഒരു വാഹനം കിട്ടിയതെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു പോസ്റ്റ് അത് ഇങ്ങനെയാണ് കേട്ടോ. അത് എഴുതിയിരിക്കുന്നത് പോരാളി ഷാജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ്. ഇങ്ങനെയാണ്: ഭൂട്ടാൻ സൈന്യം ഉപയോഗിച്ച എങ്ങനെയാണ് 100 കണക്കിന് ആഡംബര വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്നും ഇന്ത്യൻ അതിർത്തികളിലൂടെ ഒരു സുരക്ഷാ പരിശോധനയുമില്ലാതെ ഇന്ത്യയിലേക്ക് കടത്താനായി. ഒരു വലിയ ചോദ്യം മാർക്കാണ്. എങ്ങനെയാണിത് സാധ്യമാകുന്നത്? ഇന്ത്യൻ അതിർത്തികൾ സംഘി ഭരണകാലത്ത് മലർക്കെ തുറന്നിട്ടിരിക്കുകയാണോ എന്ന രീതിയിലാണ് ആ ഒരു ഇതിൽ ചോദ്യം വരുന്നത്. എന്തൊക്കെയായാലും ആ ഒരു ചോദ്യത്തിന് ഉത്തരമുണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് ദുൽഖർ സൽമാന്റെ കയ്യിലേക്ക് ഈ ഒരു വാഹനം കിട്ടുകയാണെങ്കിൽ നോക്കൂ, ഇങ്ങനെയുള്ള ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ കേരളത്തിലേക്കും ഇന്ത്യയിലേക്ക് പല ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നറിയാം. ഇങ്ങനെ ഇതൊരു സെക്കൻഡ് ഹാൻഡ് വാഹനമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം ഇന്ത്യയിലേക്ക് കൈമാറുക എന്ന് പറഞ്ഞ പരിപാടി തീർച്ചയായിട്ടും ഇത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഒരു സംശയമില്ല, അത് നിയമവിരുദ്ധമായ പ്രവർത്തനമാണെന്ന് സാമാന്യ ധാരണമെങ്കിലും വാഹനം ഓടിക്കുന്ന, വാഹനം വാങ്ങിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവേണ്ടതാണ്. അത് വിൽക്കുന്ന ആളുകൾക്കെങ്കിലും അത് ഉണ്ടാവേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ എന്നാൽ അതേസമയം നമ്മൾ വിദേശത്ത് ഉപയോഗിച്ച നമ്മുടെ വാഹനങ്ങൾ, നമ്മുടെ സ്വന്തം പേരിലെ വാഹനങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അത്യാവശ്യം ടാക്സ് ഒക്കെ അടയ്ക്കണം എന്നുള്ളൂ, എക്സ്ട്രാ ടാക്സ് ഒക്കെ അടയ്ക്കണം. ഇങ്ങനെ എനിക്ക് തോന്നുന്നത് അങ്ങനെ ടാക്സ് അടച്ചിട്ടൊരു വാഹനം ഉപയോഗിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ നമ്മുടെ ഫഹദ് ഫാസിലാണ്. അതേസമയം തന്നെ പൃഥ്വിരാജ് കൂടി അവൻ പിന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടാണ് പോയിട്ടുള്ളത്, ക്ലിയർ ആക്കിയിട്ടാണ് ലൈഫ് മുന്നോട്ട് പോകുന്നത്. കാരണം തന്നെ ഏത് നിമിഷം വേണമെങ്കിലും ഈ സംഘഭരണം കൃത്യമായിട്ട് കൊടുക്കുമെന്നുള്ള ബോധ്യം നമ്മുടെ പൃഥ്വിരാജിനുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് ഒരു തരത്തിലും തൻ്റെ ദേഹത്തേക്ക് ഒരു പൊടിമണ്ണ് പോലും വീഴാൻ സാധ്യതയില്ലാത്ത രീതിയിൽ എല്ലാ പഴുതുകളും അടച്ചിട്ടാണ് നമ്മുടെ പൃഥ്വിരാജ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇതിൽ പാളിച്ച പറ്റിയത് നമ്മുടെ ദുൽഖർ സൽമാനാണ്. ഇപ്പൊ ആളുകളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, തൊട്ടപ്പുറത്ത് മോഹൻലാലിന് അവാർഡ് കിട്ടുന്ന അതേ സമയം തന്നെ മോഹൻലാലിന് ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായിട്ടുള്ള സിനിമാക്കാർക്ക് കൊടുക്കുന്ന പരമോന്നത ബഹുമതി ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുക്കുന്ന ആ ദിവസം തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക്, ഇങ്ങനത്തെ ഒരു വീണ്ടെടുക്കലിന് നമ്മുടെ ഭരണകൂടം നേരിട്ടിറങ്ങിയത് എന്തുകൊണ്ടാണ്? ഈ ഒരു സമയം തന്നെ തിരഞ്ഞെടുത്ത് എന്തുകൊണ്ടാണ്? അതും മമ്മൂക്കയുടെയും ദുൽഖറിനെയൊക്കെ കേന്ദ്രമായി നിന്നുകൊണ്ട്. മറ്റുള്ളവരുടെ വീട്ടിലും കയറി എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആളുകൾക്കുണ്ടായത് മമ്മൂക്കയുടെയും ദുൽഖറിന്റെയും വീട്ടിലാണ്. ഇങ്ങനെ ഈ ഒരൊറ്റ ദിവസം മാത്രം ഇങ്ങനെ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് എന്ന രീതിയിലൊക്കെ പലവിധ സംശയങ്ങളൊക്കെ ആളുകൾക്കുണ്ട്. സ്വാഭാവികമാണെന്നേ, വളരെ സ്വാഭാവികമായിട്ടുള്ള സംശയമാണ്. അതിനിങ്ങനെ വലിയ ആന ബുദ്ധിയൊന്നും വേണ്ട. മോഹൻലാലിന് അവിടെ കിട്ടുന്ന സമയത്ത് ഇവിടെ എന്തുകൊണ്ട് മമ്മൂട്ടിയുടെ വീട്ടിൽ പരിശോധന നടക്കുന്നു, ഇൻകം ടാക്സിന്റെയും ഇങ്ങനെ വാഹന പരിശോധനയും മറ്റൊക്കെ കസ്റ്റംസിന്റെയും പരിശോധന നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണത്തെ ചോറ് തിന്നും, നമ്മുടെ റേഷൻ അരി തിന്നുന്ന ബുദ്ധിയൊക്കെ മതി. ഇതിന്റെ പുറകിൽ കൃത്യമായിട്ടും രാഷ്ട്രീയമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ ഈ കസ്റ്റംസ് ഓഫീസറുടെ ഫേസ്ബുക്ക് പോസ്റ്റും മറ്റൊക്കെ നോക്കുന്ന സമയത്ത് ഇയാൾ ഒരു സംഘപരിവാർ അനുകൂലിയാണ്, അതിഭീകരമായിട്ടുള്ള ഒരു അത്തരത്തിലുള്ളൊരു സ്നേഹിയാണ് നമുക്ക് അറിയാനും സാധിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും വാർത്താ സമ്മേളനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന തന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു ഫോൺ കോൾ വന്ന് ആ മനുഷ്യന് ഇത് പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല അല്ലെങ്കിൽ പറ്റില്ല എന്ന് മനസ്സിലായോട് കൂടിയിട്ട് നിർത്തി പോകുന്ന ഏർപ്പാടുണ്ടായി. എന്തൊക്കെയോ പറഞ്ഞു വരികയായിരുന്നു, താൻ എന്തൊരു വലിയ സംഭവം നടത്തിയിരിക്കുന്നു എന്ന രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞു വരികയായിരുന്നു. പെട്ടെന്ന് നിർത്തേണ്ടി വന്നു നമുക്കറിയാം. എന്തെങ്കിലും ഇതൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ ദുൽഖർ സൽമാന്റെ ഒരു കമ്പനിയുണ്ട്, അദ്ദേഹത്തിന് ഇത് അത്രയൊന്നും വലിയ വിലയില്ലാത്ത പോലെയാണ്. റഡാർ സംവിധാനമുള്ള ആദ്യ ബൈക്ക് പുറത്തിറക്കി ദുൽഖർ സൽമാന്റെ ബൈക്ക് കമ്പനി. അടിപൊളി സുഹൃത്തുക്കളെ. ഇങ്ങനെ അപ്പുറത്തൊരു ചില കേസുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റഡാർ സംവിധാനമുള്ള ആദ്യ ബൈക്കാണ് ദുൽഖർ സൽമാന്റെ പേരിലുള്ള ഒരു കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത്. ഇതെനിക്ക് ആദ്യത്തെ അറിവാണ് അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു ബൈക്ക് കമ്പനിയൊക്കെ ഉണ്ടെന്നുള്ളത്. 323 കിലോമീറ്റർ റേഞ്ചും മണിക്കൂറിൽ 145 കിലോമീറ്റർ വേഗതയുമില്ല. ഈ ബൈക്കിന്റെ എക്സോറും വില പടച്ചോനെ 2 ലക്ഷത്തിന് അപ്പുറത്താണ് കേട്ടോ. ഒറ്റ 10, 100, 1000, 10,000, ലക്ഷം 2,49,000 രൂപയേ ഉള്ളൂ കേട്ടോ. ഇതിന്റെ എക്സോറും വില അത്രയേ ഉള്ളൂ. എന്തായാലും അങ്ങനത്തെ ഒരു ബൈക്ക് 11 പുറത്തിറക്കിയിട്ടുണ്ട്. അതിന് റഡാർ സംവിധാനമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്തെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രോബ്ലം ആയി കിടക്കുന്ന സമയത്തും ഇങ്ങനെ ഒരു ലോഞ്ചിങ്ങിനൊക്കെയുള്ള ഇദ്ദേഹത്തിന്റെ ഒരു മനസ്സുണ്ടല്ലോ, അതിനെ സമ്മതിച്ചു നോക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം അങ്ങനെയൊന്നും ദുൽഖറിനെ തൊടാൻ കഴിയില്ല എന്നാണ്. പലവിധ പ്രോബ്ലം ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ ആ ഒരു കമ്മീഷണർ പണ്ട് നമുക്ക് ഈ
രാഷ്ട്രീയക്കാരുടെ ഈ ഗിമ്മിക്സുകളും രാഷ്ട്രീയക്കാരുടെ ഇമാതിരി വളിപ്പ് പരിപാടികളും കണ്ടാൽ മതിയായിരുന്നു. ഇപ്പോ പല ഉദ്യോഗസ്ഥന്മാരെയും ഇമാതിരി പരിപാടികളൊക്കെ നമുക്ക് കാണേണ്ട ഗതികേടുണ്ടല്ലോ എന്നുള്ളതാണ്. ഇപ്പൊ അവസാനമായിട്ട് ഇപ്പൊ കമ്മീഷണർ, അതിനു മുമ്പാണ് വേടനെ പിടിച്ചു കഴിഞ്ഞ സമയത്ത് വേടനെ പിടിച്ച DFOയുടെ വക ഒരു പെർഫോമൻസ് ആയിരുന്നു. വേടന്റെ കഴുത്തിലെ പുലിനകം, വേടന്റെ അമ്മ ഏത് നാട്ടിൽ നിന്നാ വന്നേ, ആ നാടിനുമായിട്ടുള്ള ഇവന്റെ ബന്ധം, വേറെന്തെങ്കിലും തീവ്രവാദ ബന്ധമുണ്ടോ വേടൻ എന്നുള്ള അന്വേഷണമൊക്കെ വേണം എന്ന രീതിയിലൊക്കെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു അന്ന് DFO കാഴ്ചവെച്ചത്. ആ കാഴ്ചവെച്ചതിന്റെ ഭാഗമായിട്ട് സമ്മാനം നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുകയും ചെയ്തു. സ്ഥലം മാറ്റി മതി, ഇമാതിരി ആൾക്കാർ നമ്മുടെ നേരം വരെ വർക്ക് ചെയ്യണ്ട. നോക്ക്, ഇവിടെ ജീവിച്ച് വളർന്നു വരുന്ന ഒരുവനെ തീവ്രവാദിയാക്കാനും, ഇവിടെ ജീവിച്ച് വളരെ മാന്യമര്യാദയ്ക്ക് ജീവിച്ചു വരുന്ന ഒരുവനെ വളരെ പെട്ടെന്ന് ഒരു പ്രകൃതി വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരുത്തനാക്കി മാറ്റാനും, ഒപ്പം തന്നെ ഈ കാടിനെ സ്നേഹിക്കാത്ത, പുലികളെ കൊല്ലുന്ന, കാട്ടിൽ പോയിട്ട് വേട്ടയാടുന്ന ഒരുവനായിട്ട് അവനെ ചിത്രീകരിക്കാനും, അവനെന്തോ മഹാപരാധം ചെയ്തിരിക്കുന്നു എന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള ഇത്ര ഉദ്യോഗസ്ഥന്മാർ ഈ വ്യഗ്രത ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ പേരാണ് ഞാൻ പറയുന്നില്ല. ഇനി തെറി പറഞ്ഞു എന്നുള്ള ഒരു കുറ്റം ഇനി നമ്മുടെ നാട്ടിലേക്ക് വേണ്ട, എൻ്റെ പേരിൽ വേണ്ട. എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അങ്ങനത്തെ ഒരു ഉദ്യോഗസ്ഥന്റെ ഗണത്തിൽപ്പെടുന്ന ഒരാളാണ്. പക്ഷേ ചില ആളുകൾക്ക് ഉണ്ട് ഒന്ന് ഫേമസ് ആവുന്ന ആഗ്രഹം ഉണ്ടല്ലോ. നമുക്കൊന്നുമില്ല, നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്താ പേര് വന്നൊരു കമ്മീഷണർ, ആരെന്തറിയാനാ, അല്ലയോ? ഒന്നും അറിയില്ല. ഇപ്പൊ ഈ മനുഷ്യനെ ഇപ്പൊ എല്ലാവർക്കും അറിയാം. എനിക്കറിയണ്ടായിരുന്നില്ല, നമുക്ക് ആർക്കും അറിയണ്ടായിരുന്നില്ല. ഇപ്പൊ ആ ചങ്ങാതി എല്ലാവർക്കും അറിയാം, ആ കമ്മീഷണർ നിലയ്ക്ക്. കാരണം എന്താ, ദുൽഖർ സൽമാന്റെ വണ്ടി പിടിച്ച ആള്, അല്ലെങ്കിൽ മമ്മൂക്കയുടെ വീട്ടില് അന്വേഷണം നടത്തിയ, പരിശോധന നടത്തിയ മനുഷ്യൻ എന്ന രീതിയിൽ ഇപ്പൊ എല്ലാവർക്കും അറിയാം. അങ്ങനെ ചുമ്മാ ചുഴുവില് ഒന്ന് പ്രസിദ്ധി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇമാതിരി കോമാളിത്തരങ്ങളൊക്കെ ഇത്തരം ആളുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന സംശയം കൂടി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിരന്നു വരുന്നുണ്ട് കേട്ടോ. എന്തായാലും സുഹൃത്തുക്കളെ, സംഗതി ഇങ്ങനെയൊക്കെ എന്തായാലും ദുൽഖർ സൽമാനെ തൊടാൻ കിട്ടിയിട്ടില്ല എന്നതാണ്. തൊടാൻ തുടങ്ങിയപ്പോഴേക്കും മുട്ടു ഉറച്ചു. അമ്മാതിരി കോള വന്ന എവിടെന്നാ വന്നു വലിപ്പെടുത്തില്ല. എനിക്ക് തോന്നുന്ന ഏതൊരു മലയാളി തന്നെയാണ് കാരണം എൻ്റെ ചാനലിന് താഴെ ഒരുവൻ എഴുതിയിട്ടുണ്ടായിരുന്നു, സാർ അതൊരു മലയാളിയാണ് വിളിച്ചു തോന്നുന്നു, അതിൻ്റെ ഇടയ്ക്ക് അയാൾ മലയാളം സംസാരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി കേട്ടു നോക്കിയപ്പോൾ ശരിയാണല്ലോ, ഒരു സംഭാഷണത്തിൽ മലയാളം വാക്കുകൾ വന്നു കൂടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തൊട്ടപ്പുറത്ത് നിന്ന് വിളിച്ച മനുഷ്യൻ ഒരു മലയാളിയാണ്. ആ മലയാളി ആരാണ് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ സംശയം. എന്തായാലും സംഗതി ആരോ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടും ദുൽഖർ സൽമാനും വേണ്ടിയിട്ടും വിളിച്ചിട്ടുണ്ട്. അതാരെന്നൊക്കെ കണ്ടെത്തൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. എന്തായാലും അത് അടിപൊളിയാണ്. ബൈ.